ശരി, ശ്രീ നസീർ, ഇതിനകത്ത് SFIO റിപ്പോർട്ടിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. എങ്ങനെയാണ് ഈ കോർപ്പറേറ്റ് ഫ്രോഡ് നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടും ഓരോ കക്ഷികളുടെയും പങ്കാളിത്തവും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിലാണ് സേവനമൊന്നും വാങ്ങാതെയാണ് 2.78 കോടി രൂപ എക്സാലോജിക്കും വീണ വിജയനും ചേർന്ന് കൈപ്പറ്റിയത് എന്ന കാര്യം ആണ്. ഇത് തന്നെ വളരെ പ്രധാനമാണല്ലോ. വേണ്ടത്ര തെളിവുകളാണ് ഇതെല്ലാം. അല്ല, ഈ SFIOയ്ക്ക് പരിധിയുണ്ട്. അത് നമുക്ക് നിയമം ശ്രീജിത്ത് പണിക്കർ സാറിനൊക്കെ അറിയാം, എന്നെക്കാളും നല്ല അറിവുള്ള ആൾക്കാരാണ്. SFIOയ്ക്ക് അങ്ങനെ എല്ലാ കേസിലും കയറി കൈയിടാനും അതിൽ നടപടി സ്വീകരിക്കാനൊന്നും കഴിയില്ല. EDയുടെ അത്ര അധികാരമൊന്നും SFIOയ്ക്കില്ല. SFIO എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അതിൽ ഈ കച്ചവടങ്ങൾ ബിസിനസ്സിലേക്ക് വരുന്ന ക്രമക്കേടുകൾ കണ്ടെത്തുക, അതിൽ മാത്രമേ SFIOയ്ക്ക് അധികാരമുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ SFIOയ്ക്ക് എന്തോ ചില കിട്ടിയ തെളിവുകൾ വെച്ച് അത് ED കൂടെ വെച്ച് അത് ലിങ്ക് ചെയ്തുകൊണ്ട് അത് തെളിവുകൾ ഉണ്ടാക്കി, വ്യാജ തെളിവുകൾ ഉണ്ടാക്കി ഒരു കുരുക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ഇന്ന് വന്ന വാർത്ത സത്യത്തിൽ EDക്ക് മുഖമടച്ചാണ് അടി കിട്ടിയത്. മുഖമടച്ചാണ് അടി കിട്ടിയത് ED പ്രതീക്ഷിച്ചില്ല. EDക്ക് വേണ്ടി ഹാജരായ വക്കീലിനെ നമുക്കറിയാം, പേരുകേട്ട വക്കീലാണ്. ആ വക്കീൽ പറഞ്ഞെന്താണ്? അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞെന്താണ്? 1 സെക്കൻഡ് പോലും സ്റ്റേ കൊടുക്കരുത് എന്നാണ് വാദിച്ചത്. പക്ഷേ അതൊക്കെ പൊളിഞ്ഞു പോയില്ലേ? 1 സെക്കൻഡ് പോലും നീട്ടിവെക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം വാദിച്ചത്. പക്ഷേ കോടതി വെള്ളിയാഴ്ച വരെ നമ്മൾ ഇതാ നോക്കണം, വെള്ളിയാഴ്ച വരെ തുടർ നടപടികൾ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൽ തെളിവില്ല, ഈ കേസ് മുന്നോട്ട് പോകാൻ പ്രയാസമാണ് എന്നല്ലേ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ അന്വേഷണം തുടരാം. അന്വേഷണം തുടരാം. ഞാനിപ്പോൾ പോലീസിൽ ചെറിയൊരു പെൻഷൻ കൊടുത്താലും പോലീസ് അന്വേഷിക്കും. അത് അതിൻ്റെ മുന്നോട്ട് അന്വേഷണം നടക്കട്ടെ, അന്വേഷിക്കണം. അതാണ് നമ്മൾ പറയുന്നത്. ഇത് അന്വേഷിക്കണം. എല്ലാവരും പറയുന്നത് എന്താണ്? അന്വേഷിക്കണം. ഇത് അന്വേഷിച്ച് ഇതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ കണ്ടെത്തണം. ഇത് എന്തായാലും ശരി, EDക്ക് കിട്ടിയ മുഖമടച്ചുള്ള അടിയാണ്. ഇത് എന്തായാലും വീണ വിജയനെ ആശ്വസിക്കാൻ വകയുണ്ട്. കാരണം എന്താണ്? 1 സെക്കൻഡ് പോലും നീട്ടിവെക്കരുതെന്നാണ് EDക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞത്. അത് ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകാം. അതുമാത്രമല്ല, ശ്രീജിത്ത് പണിക്കർ സാറ് ഞാൻ അഭിനന്ദിക്കണം. അദ്ദേഹം ചില കാര്യങ്ങൾ വസ്തുത നിരത്തി വെച്ച് അദ്ദേഹം പറഞ്ഞ പോയിന്റിലേക്ക് വരാം. ഇവിടെ ഒരു FIR പോലും ഇടാതെയാണ് ED അന്വേഷണത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഒരാളിനെ അന്വേഷിക്കണമെങ്കിൽ അദ്ദേഹം കുറ്റം ചെയ്തതായിട്ട് കണ്ടെത്തണം, അതിൽ FIR ഇടണം, കുറ്റപത്രം തയ്യാറാക്കണം. ഇതൊന്നും ചെയ്തിട്ടില്ല. ഇത് FIR ഇട്ടിട്ടില്ല. ഇതിൽ FIR ഇട്ടിട്ടുണ്ടോ? ED ഈ വീണ വിജയൻ്റെ പേരിൽ FIR ഇട്ടിട്ടുണ്ടോ? ഒരു കുറ്റപത്രം തയ്യാറാക്കിയിട്ടുണ്ടോ? അല്ല, അത് അന്വേഷണം കഴിഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ. അതല്ല, മാത്രമല്ല SFIOയുടെ കുറ്റപത്രം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഹൈക്കോടതിയിൽ അവിടെ ഡൽഹി കോടതിയിൽ ചില നടപടിക്രമങ്ങൾ. SFIOയുടെ റിപ്പോർട്ട് താങ്കൾ വായിച്ചിട്ടുണ്ടല്ലോ. ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽ വീണ വിജയന്റെ മൊഴിയുമുണ്ട്. ശ്രീ MK ഹരിദാസ്, ആ മൊഴികൾ താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ അല്ലേ? അതിൽ സേവനത്തിന്റെ കാര്യം വീണ വിജയൻ പറഞ്ഞിട്ടേ ഇല്ല. അതുമാത്രമല്ല, ഈ പറയുന്ന കരാറുകളെ കുറിച്ചുള്ള കാര്യം അവർ സമ്മതിച്ചിരിക്കുന്നു. 2.78 കോടി രൂപയുടെ കാര്യം സമ്മതിച്ചിരിക്കുന്നു. അവരുടെ എക്സാലോജിക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ സോഫ്റ്റ്വെയർ രംഗത്ത് ചെയ്യുന്നത് എന്ന കാര്യം പറഞ്ഞിരിക്കുന്നു. അത് CMRൽ അവർ കൊടുത്തു എന്ന് പറയപ്പെടുന്ന സേവനങ്ങൾ ആയിട്ട് താരതമ്യം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലുമുള്ള സോഫ്റ്റ്വെയറുകളാണ് എക്സാലോജി കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ ഇതൊക്കെ വീണ വിജയന്റെ മൊഴിയിൽ തന്നെ ഇതെല്ലാം സമ്മതിക്കുകയാണല്ലോ. ഈ സേവനത്തിന്റെ കാര്യത്തിൽ SFIO പറയുന്നതാണ് ശരി എന്നുള്ള കാര്യം. നോക്കൂ, ഇദ്ദേഹം എനിക്ക് മുമ്പ് സംസാരിച്ച ആളുടെ പേരെന്താണ് മഞ്ജുഷേ? നസീർ. വെമ്പായ നസീർ. അദ്ദേഹം CPMന്റെ അനുഭാവിയോ ഇടതുപക്ഷ സഹയാത്രികനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ മുമ്പിൽ TV ഇല്ലാത്ത കാരണം കൊണ്ട് എനിക്കത് കാണാൻ പറ്റുന്നില്ല. താങ്കൾ ഈ കുറ്റപത്രം എന്ന് പറയുന്നത് ഇത് ഏറ്റവും അവസാനം കൊടുക്കുന്നതല്ലേ? കുറ്റപത്രമൊക്കെ കേസിന്റെ തുടക്കത്തിലെ ഏതെങ്കിലും അതുമാതിരി തന്നെ ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ആർക്ക് എന്ത് മുഖമടച്ചിട്ടുള്ള അടി കിട്ടിയെന്നാണ് താങ്കൾ പറയുന്നത്? ഞാൻ മഞ്ജുഷ ചോദിച്ചതിലേക്ക് വരാട്ടാ. ഞങ്ങളൊക്കെ ഈ ഹൈക്കോടതിയുടെ വിധി ഇന്ന് TVയുടെ മുമ്പ് നിന്ന് എഴുന്നേറ്റിട്ടില്ല എന്ന് പറയാം. കാരണം എന്താണ് ഹൈക്കോടതി പറയുക? ഏതൊരു കോടതിയും ഇന്ന് വാദം കേൾക്കാൻ തയ്യാറാവുകയാണ് കോടതി. അത് തന്നെ വളരെ അപൂർവം സംഭവമാണ്.
അപ്പൊ കോടതിക്ക് ഈ കൊടുത്തിട്ടുള്ള രണ്ടു കൂട്ടരും കൊടുത്തിട്ടുള്ള രേഖകൾ വെച്ചിട്ട് ഇത് അങ്ങേയറ്റം ഗൗരവമുള്ള ഒരു വിഷയമാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ്, അതും ഈ ജസ്റ്റിസ് വിജയരാഘവന്റെ ബെഞ്ചിനെ കുറിച്ചിട്ട് താങ്കൾ ആദ്യം മനസ്സിലാക്കുക. ഹൈക്കോടതിയിലെ ഏറ്റവും തിരക്കുള്ളൊരു ബെഞ്ചാണത്. കാരണം ദേവസ്വം കേസുകൾ പോലും അവിടെയാണ് കൈകാര്യം ചെയ്യുന്നത്. ആ ബെഞ്ചായിട്ട് പോലും ഇന്ന് ഒരുപാട് കേസുകൾ മാറ്റി വെച്ചുകൊണ്ട് അദ്ദേഹം ആ കേസ് കേൾക്കാൻ തയ്യാറായിട്ടുള്ളത് ആ കേസിന്റെ ഗൗരവമാണ്. അദ്ദേഹത്തിന്റെ മുന്നിലെത്തിയ തെളിവുകളുടെ എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ആ കേസ് കേൾക്കാൻ തയ്യാറായിട്ടുള്ളത്. ഇവിടെ മുഖമടച്ചിട്ട് എന്താണ്, ഒരു ജഡ്ജി ഒരു കേസ് കേൾക്കുന്നു, അതിന് ഇന്ന് തിങ്കളാഴ്ച, ചൊവ്വ, ബുധൻ, വ്യാഴം ഈ 3 ദിവസത്തേക്ക് മാറ്റിയിട്ട് അതിന്റെ ജഡ്ജ്മെന്റ് പറയാമെന്ന് പറഞ്ഞതാണോ മുഖമടച്ചിട്ടുള്ള അടി? ആർക്ക് മുഖമടച്ചിട്ടുള്ള അടി? ഇഡിക്കോ? ഇഡിക്ക് ഇതിൽ മുഖമടച്ചിട്ടുള്ള അടി എന്ന് പറയുന്നത് എന്ത് ഉദ്ദേശിച്ചിട്ടാണ് താങ്കൾ പറയുന്നത്? ഞാൻ ഇടപെടുന്നത് ക്ഷമിക്കണം, ബഹുമാനായ അങ്ങ് ക്ഷമിക്കാം, ഒറ്റ സെക്കൻഡ്. സാർ പറഞ്ഞു ഗൗരവമുള്ള കേസാണ്, സമ്മതിച്ചു. സാർ അത്രത്തോളം ഗൗരവമുള്ള കേസ് എന്തുകൊണ്ടാണ് ഇത് തുടർ നടപടികൾ പാടില്ല എന്ന് പറഞ്ഞ എന്താണ് സാർ? അതൊന്ന് സാർ ഒന്ന് അന്വേഷണം തുടരാം. CMRL അല്ലാണ്ട് വീണ വിജയന്റെ, നമ്മളിവിടെ ഈ ചർച്ച ചെയ്യുന്ന വിഷയം, വീണ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകള് ഒരു സേവനവും ഒരു കമ്പനിക്ക് നൽകാതെ ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് 2.78 കോടി രൂപ വാങ്ങിയതിന്റെ ഒരു സാങ്കത്യമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. CMRL എന്ത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? അതിന് വ്യക്തമായ കോടതി തെളിവാണ് ആവശ്യം. സാർ കോടതി തെളിവാണ് ആവശ്യം, താങ്കളുടെ കയ്യിൽ സാക്ഷികളാണ് ആവശ്യം. താങ്കളുടെ കയ്യിൽ വാങ്ങിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവ് കാണിക്കൂ. വാങ്ങി എന്നുള്ളതിന്റെ തെളിവ് ഞാൻ കാണിച്ചു തരാം. സാർ കോടതിക്ക് ആവശ്യം തെളിവുകളാണ്, സാക്ഷികളാണ്. കോടതി ഇതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ കേസ് മുന്നോട്ട് പോകാൻ പ്രയാസമാണെന്ന് കരുതുന്നത് കൊണ്ടാണ് ഈ കേസ് എന്താണ് നീട്ടിവെപ്പിച്ചത്. സുഹൃത്തെ, നമ്മൾ രണ്ടുപേരും മുഖാമുഖം. താങ്കൾ പറയൂ, വീണ വിജയൻ ഇത് വാങ്ങിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവ് താങ്കൾ കൊണ്ടുവരൂ. വാങ്ങി എന്നുള്ളതിന്റെ തെളിവ് ഞാൻ കൊണ്ടുവരാം, പോരെ? അപ്പൊ ഇതിന്റെ പിടിപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ, അന്വേഷണ ഏജൻസികള്, താങ്കളും ഡിക്റ്റേറ്റീവ് അല്ല, ഞാനും ഡിക്റ്റേറ്റീവ് അല്ല, ഞാനും അന്വേഷണ ഏജൻസി അല്ല, താങ്കളും അന്വേഷണ ഏജൻസി അല്ല. ഇവിടെ 27/11/24 SFIOയുടെ വളരെ വിശദമായിട്ട് 84-90 പേജ് അടങ്ങുന്ന ഒരു റിപ്പോർട്ടിൽ വീണ വിജയൻ ഈ പൈസ വാങ്ങി എന്ന് SFIOയോട് സമ്മതിച്ചതായിട്ട് നമുക്ക് ആ റിപ്പോർട്ട് വായിച്ചാൽ അറിയാം. ആരോ കേന്ദ്രത്തിലും വീണ വിജയൻ സമ്മതിച്ചു. വീണ വിജയനോട് 14 ചോദ്യങ്ങളാണ്. വെമ്പാൻ നസീർ, താങ്കൾ അല്ലല്ല, തെറ്റു പറയരുത്. വീണ വിജയൻ കൃത്യമായിട്ട് ആ 14 ചോദ്യങ്ങളുടെ ഉത്തരം നൽകിയിട്ടുണ്ട്. അതിൽ 2.78 കോടി രൂപ CMRL നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞിട്ടുമുണ്ട്. അത് സമ്മതിച്ച കാര്യമാണ്. സമ്മതിക്കാൻ രക്ഷയില്ല, കാരണം സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എക്സാലോജിക്കും CMRL-ഉം കമ്പനിയും സുതാര്യമായ രീതിയിലാണ് പണമിടപാടുകൾ നടത്തിയിട്ടുള്ളത്. സുതാര്യമായ രീതിയിൽ ഒന്നും ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.